പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ സാമ്പത്തിക നടപടിക്ക് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന് വാർത്ത വരുന്നു. പാകിസ്ഥാന് ധനസഹായം നൽകാനുള്ള രാജ്യാന്തര നാണയനിധിയുടെ തീരുമാനത്തെ ഇന്ത്യ എതിർത്തേക്കും. ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് 2 മാസത്തേക്ക് ആവശ്യമായ ഭക്ഷണം സംഭരിക്കാൻ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് നിർദ്ദേശം വന്നു കഴിഞ്ഞു. പാകിസ്ഥാൻ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്തകളും വരികയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താനായി ഡൽഹിയിൽ ഇന്നും യോഗങ്ങൾ ചേരുന്നുണ്ട്. ഭീകരർക്കായിട്ട് തെരച്ചിൽ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി രജൌരിയിൽ നിന്നും തത്സമയം ചേരും. അതുപോലെ ഡൽഹിയിലെ വിശേഷങ്ങൾ അറിയിക്കാൻ വിനീത വിജി കൂടി ചേരും. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, ഗുഡ് മോർണിംഗ്. രജൌരിയിലെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ആദ്യം പറയുക, എന്നിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ്സ് എന്താണ് പഹൽഗാമിൻ്റെ കാര്യത്തിൽ? വെരി ഗുഡ് മോർണിംഗ് SKN. രജൌരിയിൽ ഈ ജമ്മു കശ്മീരിലേക്കാൾ മെച്ചപ്പെട്ട ഒരു കാലാവസ്ഥയാണ് ഈ ജമ്മു ഡിവിഷനിൽ ഉൾപ്പെടുന്ന രജൌരിയിൽ. താപനില അല്പം കുറവാണ്. എന്നാൽ വലിയ ആശങ്ക, ഒപ്പം തന്നെ ഈ ഒരു സംഘർഷ സാഹചര്യത്തിൻ്റെ ചൂട് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയാൻ കഴിയുന്നത് രജൌരിയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇത് രജൌരി നഗരമാണ്. ഈ നഗരത്തിന് പിൻവശമുള്ള ഈ കുന്നിനുകൾക്ക് അപ്പുറം ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമത്തിനപ്പുറമാണ് അന്താരാഷ്ട്ര അതിർത്തിയുള്ളത്. ഇവിടുത്തെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അവർ ഇപ്പോൾ അവരുടെ വിളവെടുപ്പ് പൂർത്തിയാക്കി എത്രയും വേഗം തന്നെ സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് മാറാനുള്ള ഒരു നീക്കത്തിലാണ്. അതിനാവശ്യമായ ബങ്കറുകൾ 2017 തന്നെ ഏതാണ്ട് 14,000-ഓളം ബങ്കറുകൾ പൂർത്തിയാക്കി നൽകിയിട്ടുണ്ട് സർക്കാർ. ഈ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അവർ മാറും. സാധാരണ നിലയിൽ ഇന്ത്യ പാക് സംഘർഷം ഏത് ഘട്ടത്തിൽ ഉണ്ടാകുമ്പോഴും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു ആക്രമണം നേരിടുന്ന പ്രദേശമാണ് 2047 മുതൽ തന്നെ ഈ രജൌരി എന്നുള്ള മേഖല. അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇത്തവണയും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക പാകിസ്ഥാനിൽ പടരുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. പാകിസ്ഥാനിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് 13 നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങളോട് ആവശ്യത്തിനുള്ള ഭക്ഷണം എല്ലാം തന്നെ ശേഖരിച്ച് വയ്ക്കാനുള്ള നിർദ്ദേശമാണ് പാക് അധീന കശ്മീരിലെ പ്രധാനമന്ത്രി ചൗധരി അൻവർ ഉൽ ഹക്ക് നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്നലെ വൈകിട്ട് പുറത്തിറക്കിയിരിക്കുന്നു. ഇതിനാവശ്യമായി 1 കോടി രൂപയുടെ ധനസമാഹരണം നടത്തിയതായി പ്രധാനമന്ത്രി ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പാക് അധീന കശ്മീരിൽ ഒപ്പം തന്നെ ഉച്ചഭാഷിണി, വെടിക്കെട്ട് തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. സൈറനുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. 50 ഇടങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്ന സൈറനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. കൂടാതെ ഈ അതിർത്തിയോട് ചേർന്ന LOCയോട് ചേർന്ന മേഖലയിലെ ബാങ്കുകൾ ശാഖകൾ അടച്ചുപൂട്ടാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകൾ ഈ ശാഖകൾക്ക് പുറത്ത് പതിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ ജാഗ്രത അല്ലെങ്കിൽ പരിഭ്രാന്തി പാകിസ്ഥാന് പടർന്നിരിക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുമ്പോഴും ഇത്തരത്തിൽ വലിയ പരിഭ്രാന്തിയിലാണ് പാകിസ്ഥാൻ. കൂടാതെ അവർക്ക് സൈനിക ശേഷി നിലവിൽ ഇപ്പോൾ അഫ്ഗാനുമായി സംഘർഷം തുടരുകയാണ്. ഒപ്പം തന്നെ മറ്റ് വിമത വിഭാഗങ്ങളുമായുള്ള സംഘർഷം പല മേഖലകളിലും തുടരുന്നതിനാൽ തന്നെ പാക് അധീന കശ്മീരിലെ ഗ്രാമീണരെ ഈ തോക്കുപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ പാകിസ്ഥാനിൽ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെയാണ് ഈ ആഭ്യന്തര കലാപവും രൂക്ഷമായിരിക്കുന്നത്. കലാബ് ജില്ലയിലെ മാങ്ചോർ ഗ്രാമത്തിൽ നിയന്ത്രണം ബലൂജ് വിമതർ ഏറ്റെടുത്തിരിക്കുകയാണ്. സൈനിക കേന്ദ്രങ്ങളും ഒപ്പം തന്നെ സർക്കാർ ഓഫീസുകളുടെയും മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്ത ഈ വിമതരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി പാകിസ്ഥാൻ അഭിമുഖീകരിക്കുമ്പോഴും ഈ പ്രകോപനം ഉണ്ടാക്കുന്ന പ്രസ്താവനകളും അതിർത്തിയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയുള്ള വെടിവെപ്പും തുടരുകയാണ്. അതേസമയം ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട NIAയുടെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു. ഈ ഭീകരബന്ധമുള്ള നിരവധി പേരെ നേരത്തെ 240ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി 24 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഇവർ നിലവിലും ഭീകരർക്ക് സഹായം നൽകുന്നുണ്ട് എന്ന വ്യക്തമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി. ഒപ്പം ജമ്മു കശ്മീർ പോലീസും രാഷ്ട്രീയ റൈഫിൾസിന്റെയും ഭാഗത്തു നിന്നും നടപടി തുടരുകയാണ്. ഏതാണ്ട് 3000ഓളം പേർ ഈ ആഭ്യന്തര സഹായം നൽകുന്നവർ നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ടെന്നാണ് വിവരം. SKN. ഓക്കെ, രജൌരിയിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേർന്ന്